ഡിസംബർ എത്തിയതോടെ തണുത്തുവിറയ്ക്കുകയാണ് കേരളം. കഴിഞ്ഞ കുറച്ചു ദിവസമായി മൂന്നാറിനെ വെല്ലുന്ന തണുപ്പാണ് തിരുവനന്തപുരം അടക്കമുള്ള പല ജില്ലകളിലും അനുഭവപ്പെടുന്നത്. വൃശ്ചിക മാസത്തിലെ ഈ അതിശൈത്യം അപൂർവമാണ്. പകൽ താപനില കുറഞ്ഞതിനാൽ രാവിലെയും ഉച്ചയ്ക്കും കടുത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. സാധാരണയേക്കാൾ 4 മുതൽ 8 ഡിഗ്രി വരെ കുറവ് താപനിലയാണ് തലസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിലെ താപനില മൈനസിലേക്ക് കടന്നിരിക്കുകയുമാണ്. വരും ദിവസങ്ങളിലും സമാനമായ കാലാവസ്ഥ തുടരാനാണ് സാധ്യത. മുൻപുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തണുപ്പ് വളരെ കൂടുതലാണ് അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. വയനാട്, മൂന്നാർ, പത്തനംതിട്ട തുടങ്ങിയ മലയോര മേഖലകളിൽ അസഹനീയമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ലാനിന പ്രതിഭാസമാണ് ഇത്തരത്തിൽ തണുപ്പ് വർദ്ധിക്കാൻ കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ലാനിന പ്രതിഭാസം ഉണ്ടാകുമെന്ന് നേരത്തെ കാലാവസ്ഥാ ഗവേഷകരുടെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശക്തമായ ശൈത്യകാലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വരുന്നത്. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ തണുക്കുമ്പോഴാണ് ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കാലാവസ്ഥാ ഗവേഷകർ പറയുന്നു. ലാനിന, എൽനിനോ എന്നീ പ്രതിഭാസങ്ങൾ പസഫിക് സമുദ്രത്തിൽ സാധാരണയായി ഉണ്ടാകുന്നതാണ്. ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുള്ള കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലത്തിന് അസാധാരണമായി ചൂട് കൂടുന്നതാണ് എൽനിനോ പ്രതിഭാസം. ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ രീതികളെ മാറ്റാൻ കഴിയുന്നതാണ് ഈ പ്രതിഭാസം. സാധാരണയായി മഴ ലഭിക്കുന്നിടത്ത് വരൾച്ചയും സാധാരണ വരൾച്ചയുള്ളിടത്ത് കനത്ത മഴയും ഈ പ്രതിഭാസം മൂലം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾ കൂടുമ്പോൾ സമുദ്രാന്തരീക്ഷങ്ങൾക്ക് സ്വതവേയുള്ള ബന്ധം മാറുന്നത് കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥയാണ് എൽനിനോ. കിഴക്കൻ ശാന്തസമുദ്ര പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട് ക്രമേണ ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രതിഭാസമാണിത്. 2 വർഷത്തിലൊരിക്കലാണ് സാധാരണയായി എൽനിനോയുടെ വരവ്. എൽനിനോ സതേൺ ഓസിലേഷൻ എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ പൂർണ്ണനാമം. പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂടുകൂടിയ സമുദ്രജലത്തിന്റെ വിതരണം താളം തെറ്റുന്നതാണ് എൽനിനോയ്ക്ക് വഴിവെക്കുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് കനത്ത ചൂട് വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നു. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായി പസഫിക് സമുദ്രത്തിന്റെ കിഴക്കുനിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് വാണിജ്യവാദങ്ങൾ വീശാൻ ഇത് കാരണമാകുന്നു. ഇത് പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ സമുദ്രോപരിതലത്തിലെ ചൂടുള്ള ജലത്തിന്റെ തള്ളലിന് കാരണമാകും. ആഴക്കടലിലെ തണുത്ത ജലം പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ മേഖലയിലേക്ക് എത്താൻ കാരണമാകുന്നു. എൽനിനോ കാലത്ത് പടിഞ്ഞാറോട്ട് വീശുന്ന വാണിജ്യവാദങ്ങൾ നിലയ്ക്കുകയോ ദുർബലമാവുകയോ ചെയ്യും. എതിർദിശയിലേക്കുള്ള കാറ്റിന്റെ ശക്തി വർദ്ധിക്കും. സമുദ്രോപരിതലം ചൂടുപിടിക്കുന്നതിനാൽ കാറ്റിന്റെ ഗതിമാറ്റത്തിന് വിധേയമായി ചൂടിന്റെ ഒരു പ്രവാഹം മാറുന്നു. സാധാരണഗതിയിൽ ക്രിസ്മസ് കാലത്താണ് ഈ ചൂടൻ പ്രതിഭാസം പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനാലാണ് ഉണ്ണിയേശു അഥവാ ചെറിയ ആൺകുട്ടി എന്ന സ്പാനിഷിൽ അർത്ഥം വരുന്ന എൽനിനോ എന്ന പേര് നൽകിയത്. പെറുവിലെ മുക്കുവരാണ് ഈ പ്രതിഭാസത്തിന് ഈ പേര് നൽകിയതെന്നും പറയപ്പെടുന്നു. എൽനിനോയുടെ വിപരീത പ്രതിഭാസമാണ് ലാനിന. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ഈ പ്രതിഭാസം. ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽനിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തെന്ന പോലെ ഉയർന്ന താപവർദ്ധനവിന് ഈ പ്രതിഭാസം കാരണമാകാറുണ്ട്. എൽനിനോ പോലെ നിശ്ചിത ഇടവേളകളിൽ ആവർത്തിക്കുന്ന പ്രതിഭാസമല്ല ലാനിന. അലാസ്കയുടെയും ഉത്തര അമേരിക്കയുടെയും പടിഞ്ഞാറൻ തീരങ്ങളിൽ കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകുന്നത് കൂടാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചുഴലിക്കൊടുങ്കാറ്റുകൾക്ക് പതിവിൽ കവിഞ്ഞ തീവ്രത നൽകുന്നതും ലാനിനയുടെ പ്രവർത്തനങ്ങളാണ്. 2010-11 കാലഘട്ടത്തിലുണ്ടായ ലാനിനയാണ് ഇതുവരെയുണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായത്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരങ്ങളെ തകർത്തുകളയാൻ മാത്രം ശക്തമായിരുന്നു ഈ പ്രതിഭാസം. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന പ്രതിഭാസം ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ തണുപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നതാണ്. വടക്കേ ഇന്ത്യയിൽ ലാനിന പ്രതിഭാസം അതിശൈത്യ തരംഗം തന്നെ സൃഷ്ടിക്കുമെന്ന് 2024 മൊഹാലിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും ബ്രസീലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചും നടത്തിയ പഠനത്തിൽ പ്രവചിച്ചിരുന്നു. കേരളത്തിൽ തുലാവർഷം സജീവമായാൽ ഈ തണുപ്പ് അത്ര കണ്ട് ബാധിക്കില്ലെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇത്തവണ തുലാവർഷം വേണ്ടത്ര സജീവമായില്ല. ശക്തമായ കാറ്റുമൂലം പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തേക്ക് ചൂടുവെള്ളം നീങ്ങുകയും കിഴക്കൻ പസഫിക്കിൽ തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതിനാലാണ് മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ താപനില കുറയുന്നത്. ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമെല്ലാം കൂടുതൽ മഴയും തണുപ്പും അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ വരൾച്ചയും ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു. ഉത്തരേന്ത്യയിലുണ്ടാകുന്ന ശക്തമായ ശൈത്യത്തിനും മഞ്ഞുവീഴ്ചയ്ക്കും കാരണം ഈ ലാനിന പ്രതിഭാസമാണ്. ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന തണുപ്പിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നാം അനുഭവിക്കുന്നുള്ളൂ എന്നതാണ് വസ്തുത. എൽനിനോ പ്രതിഭാസത്തെ അപേക്ഷിച്ച് ലാനിന ചൂട് കൂട്ടുന്ന കാര്യത്തിൽ സൗമ്യതയുള്ള പ്രതിഭാസമാണ്. ചൂട് താരതമ്യേന കുറവായിരിക്കും. ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നു എന്നതാണ് ലാനിന പ്രതിഭാസം കൊണ്ടുവരുന്ന ഒരു ഗുണം.
മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്കും ജലസംഭരണത്തിനും ഇത് പ്രത്യേകിച്ചും സഹായകരമാണ്. എങ്കിലും വെള്ളപ്പൊക്കത്തിനും കൃഷിനാശത്തിനുമുള്ള സാധ്യത ഈ സമയങ്ങളിലുണ്ട്. എൽനിനോ പ്രതിഭാസം ഇതിനു വിരുദ്ധമായി മൺസൂണിനെ ദുർബലപ്പെടുത്തുകയും വരണ്ട അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് പതിവാണ്. അതേസമയം ലാനിന പലപ്പോഴും കനത്ത മഴയും തുടർന്നുള്ള ചൂടുകാലത്തെ അല്പം തണുപ്പിക്കുകയും ചെയ്യുന്നു.